സുരേഷ് ഗോപി മന്ത്രി പദവി ഒഴിഞ്ഞോളൂ. പേരെടുത്ത് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ സിനിമാ പേപ്പറുകൾ മാറ്റിവെച്ചു എന്ന അമർഷം പറഞ്ഞ് സുരേഷ് ഗോപി നാവെടുത്തില്ല. അതിനു മുന്നേ തന്നെ ഒന്നെങ്കിൽ അഭിനയം അല്ലെങ്കിൽ മന്ത്രിക്കുപ്പായം ഏതെങ്കിലും ഒന്നേ പറ്റൂ എന്ന കേന്ദ്രം വിധി എഴുതി കയ്യിൽ കൊടുത്തു. അല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആവേശവും വരവേൽപ്പും തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷം സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. വേണ്ടവിധം തന്നെ സ്നേഹിച്ച തൃശൂർക്കാരോട് നന്ദി പറയാൻ പോലും പറ്റാത്ത തരത്തിൽ തന്നെ ഡൽഹിയിൽ തളച്ചിട്ടു എന്ന തരത്തിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇപ്പോഴും അമിത്ഷാ ജി എന്ന് പറയുന്ന സുരേഷ് ഗോപി ഒടുക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ അമിത്ഷാ എന്നാണ് പറഞ്ഞു വെച്ചത്. അല്ലെങ്കിലും ഗോപിക്ക് കിട്ടിയ മന്ത്രിക്കുപ്പായം തന്നെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. എന്നാലോ ആഗ്രഹിച്ച മന്ത്രി കസേര കിട്ടിയതുമില്ല. കേരളത്തിൽ ഒരു താമര വിരിച്ച ചരിത്രം കുറിച്ചതൊക്കെ വെറുതെയായി. വലിയ വിലയൊന്നും കേന്ദ്രക്കൂട്ടം നൽകിയതുമില്ല എന്ന് മാത്രവുമല്ല, എയിംസ് ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടന്നതല്ലാതെ കേൾക്കേണ്ടവർ കേട്ടതുമില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ബജറ്റിൽ കേരളത്തിന് ഒന്നും കൊടുത്തില്ല. സുരേഷ് ഗോപി അപമാനിച്ച് ഇറക്കി വിട്ടു നിർമ്മല സീതാരാമൻ. എന്തിനാ വയനാടിനെ നടക്കിയ ദുരന്തമുഖത്ത് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മോദി തയ്യാറായില്ല. ഇവിടെയും വേണ്ട വിധത്തിൽ പ്രതികരിക്കുവാനോ തന്റെ കൊമ്പ് കുലുക്കാനോ പറ്റാതെ വാ അടയ്ക്കേണ്ടി വന്നു മനുഷ്യ സ്നേഹി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സുരേഷ് ഗോപിക്ക്. വാ അടപ്പിച്ചു മോദിയും കൂട്ടരും, അങ്ങനെയും പറയാം. അങ്ങനെ കിട്ടിയ മന്ത്രിക്കുപ്പായം വെറും അലങ്കാരമാണ്, അല്ലാതെ വേണ്ട വിധം പ്രവർത്തിക്കാനുള്ള അധികാരമല്ല എന്നൊടുക്കം സുരേഷ് ഗോപി തന്നെ തിരിച്ചറിഞ്ഞു. BJP എന്ന പാർട്ടി, അതിന്റെ അധിപന്മാർ എല്ലാവരും കൂടി സുരേഷ് ഗോപിയെ പാവ കളിപ്പിക്കുന്നു എന്ന തിരിച്ചറിഞ്ഞതിന്റെ കൂടി ഫലമാണ് വേണ്ടി വന്നാൽ ഈ മന്ത്രിക്കുപ്പായം ദൂരേക്കെറിയുമെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അമിത്ഷായോടുള്ള മുറുമുറുപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചതിലൂടെ അഭിനയം നിർത്തിക്കോളൂ എന്ന് തന്നെ കടുത്ത തീരുമാനം ഇപ്പോൾ കേന്ദ്രം അറിയിച്ചു. ചുരുക്കം പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന സിനിമ അഭിനയം തുടരുവാൻ സുരേഷ് ഗോപിക്ക് സർക്കാർ അനുവാദം നൽകിയില്ല. കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ സിനിമയിൽ ചെയ്യുന്നതിൽ തടസ്സമാകും എന്നാണ് പറഞ്ഞത്. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നത് ആലോചിക്കും എന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ ഗൗരവമായി കണ്ടുകൊണ്ട് പുറത്തേക്കിറങ്ങിക്കോളൂ എന്ന് അടിച്ച് കയ്യിൽ കൊടുത്തു. മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായതിന്റെ കൂടി ഫലമാണ്. സിനിമയിൽ അഭിനയിക്കുവാൻ അനുവദിക്കണമെന്ന സുരേഷ് ഗോപിയുടെ താല്പര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത്, സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ല എന്നും പറഞ്ഞ് സുരേന്ദ്രനും കൈയൊഴിയുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു പുല്ലും നടക്കില്ല എന്ന് സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞു. എന്തൊക്കെ പുകിലായിരുന്നു, അവസാനം ഇപ്പോൾ എന്തായി? പവനായി ശവമായി.